തിരുവനന്തപുരം മുംബൈ ഗരീബ് രഥ് ട്രെയിനിൽ മോഷണം നടന്നു. ചെയിൻ വലിച്ച മോഷ്ടാക്കൾ ബാഗുകളുമായി കടന്നു കളഞ്ഞു. മലയാളി യാത്രക്കാരാണ് കവർച്ചയ്ക്കിരയായതെന്ന് ശ്രീനാഥ് ചന്ദ്രൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ട്രെയിനിലൊക്കെ പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ ഉത്തരേന്ത്യൻ ട്രെയിനുകളിലൊക്കെ തന്നെ മോഷണം ഒരു അത്ര അപൂർവമായ വാർത്തയല്ല. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീനാഥ്, മലയാളികളാണോ കൊള്ളയടിക്കപ്പെട്ടത്? തീർച്ചയായും കേരളത്തിൽ നിന്നുള്ള 3 മലയാളി സ്ത്രീകളുടെ ബാഗുകൾ മറ്റുമാണ് ഇപ്പോൾ മോഷ്ടാക്കൾ കൊണ്ടുപോയിട്ടുള്ളത്. 2 മോഷ്ടാക്കൾ ഉണ്ടായിരുന്നു എന്നതാണ് നമ്മളോട് അവർ പറയുന്നത്. ട്രെയിൻ ഏതാണ്ട് കർമാലിയിൽ, അതായത് ഗോവ പിന്നിടുന്നു. ഗോവയിലെ കർമാലിയിൽ എത്തുമ്പോൾ സമയം ഏതാണ്ട് 4:15 ആവുന്നുണ്ട്. ആ സമയത്താണ് ഈ ബാഗുമായി 2 പേർ കടന്നു കളയാനുള്ള ശ്രമം നടത്തിയത്. ഈ സ്ത്രീകൾ ഉണരുകയും ഇത് കാണുകയും ബാഗ് തിരിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. മോഷ്ടാക്കളുടെ പുറകെ ഓടുകയും ചെയ്തു. പക്ഷേ അവർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി. ട്രെയിനൊന്ന് വേഗം കുറഞ്ഞ സമയത്ത് തന്നെ ഇറങ്ങി ഓടുകയും ചെയ്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ റെയിൽവേ പോലീസിന്റെയോ അല്ലെങ്കിൽ ട്രെയിനിലുണ്ടായിരുന്ന TTEയുടെ ഭാഗത്തു നിന്നോ ഒരു സഹായം ഉണ്ടായില്ലെന്നൊരു പരാതി കൂടി ഇവർക്കുണ്ട്. അങ്ങനെ ട്രെയിൻ ഇപ്പോൾ രത്നഗിരി പിന്നിടുകയാണ്. അവിടെയും കേസെടുക്കാൻ അവർ തയ്യാറാവുന്നില്ല എന്നതായിരുന്നു അവരുടെ പരാതി. ഇപ്പോൾ ഏതാണ്ട് വലിയ പ്രതിഷേധം ഉയർന്നതോടെ ഇപ്പോൾ പരാതി സ്വീകരിക്കാൻ അവർ തയ്യാറായി, റെയിൽവേ പോലീസ് തയ്യാറായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഈ മോഷ്ടാക്കൾ എത്തിയത് ഈ ബെഡ്റോളും മറ്റും നൽകുന്ന ട്രെയിനകത്തെ ജീവനക്കാരുടെ യൂണിഫോമും ധരിച്ചാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എത്തിയ 2 പേരാണ് ഈ മോഷ്ടാക്കൾ എന്നത് പറയുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അവരെ തിരിച്ചറിയാൻ ആ സമയത്ത് കഴിഞ്ഞില്ല എന്നതാണ് ഈ സംഭവത്തിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള മോഷ്ടാക്കൾ എത്തുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം യാത്രക്കാരൊക്കെ തന്നെ മലയാളി യാത്രക്കാരാണ് ഭൂരിപക്ഷവും ഉണ്ടായിരുന്നത്. അവരൊക്കെ തന്നെ സംഘടിക്കുകയും ട്രെയിനിലുള്ള ഈ ചായയും മറ്റും കൊണ്ടുവരുന്ന ആളുകളോടൊക്കെ അവരാരാണ് എന്താണെന്നുള്ള വിവരം ചോദിച്ചു. പലർക്കും ID കാർഡോ മറ്റു രേഖകളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തുകയും അവരെയും ഇപ്പോൾ തടഞ്ഞു നിർത്തുകയും വലിയ ബഹളവും പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ആ ട്രെയിനിൽ ഉണ്ടാവുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ രത്നഗിരിയിൽ എത്തിയിട്ടുണ്ട് ട്രെയിൻ. അവിടെ ഇപ്പോൾ പോലീസും റെയിൽവേ പോലീസും മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഈ പ്രശ്നത്തിന്റെ ഗൗരവം അവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മലയാളി യാത്രക്കാരുടെ സ്ത്രീകളുടെ ബാഗുകൾ തട്ടിപ്പറിച്ച് ഓടിയെന്ന് മാത്രമല്ല അവർ പുറകെ ഓടാൻ ശ്രമിക്കുന്നുണ്ട്. ചങ്ങല വലിച്ച് അവർ രക്ഷപ്പെടുന്നു. എത്തിയതാവട്ടെ ഈ ട്രെയിനകത്തെ ജീവനക്കാരുടെ യൂണിഫോമും ധരിച്ചാണ്. പറ്റിക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ ശ്രീനാഥ് ചന്ദ്രൻ. എന്തായാലും ഇങ്ങനെയുള്ള ജീവനക്കാർക്കൊക്കെ തന്നെ യൂണിഫോമും അതുപോലെ അവർക്ക് ID കാർഡും ഒക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാകും.